രണ്ടാമത് അസൂയയിൽ നിന്ന് നമ്മുടെ കൽബ് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗം, നമ്മൾ ആരെയാണോ അസൂയ വെക്കുന്നത് ആ വ്യക്തിയുടെ സ്റ്റോറി പഠിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക. നമ്മൾക്കിപ്പോ ഒരാളോട് അസൂയ ഉണ്ടല്ലോ, അത് അയാളുടെ പ്രോഗ്രസ്സിലാണല്ലോ. അയാൾ എന്തിനാ അങ്ങനെ ഒരു കാറിൽ പോണത്, അയാൾ എങ്ങനെയാ അങ്ങനെ ഒരു വീട് വെച്ചത്, എന്തിനാണ് അയാൾ എന്തിനാ എത്രയും സുഖമായിട്ട് ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണല്ലോ. അപ്പൊ ആ അസൂയ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാറിയോ, ഒരു 2 ദിവസം മെനക്കെട്ടിട്ട് ബാക്കി എല്ലാ ഡ്യൂട്ടി അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ്, എന്ത് കാരണം കൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ ആയത്, അയാളിപ്പോ കാറിൽ യാത്ര ചെയ്യുന്നതിനാണ് എനിക്ക് അസൂയ, പക്ഷെ ആ കാറിൽ അയാൾ ഇരിക്കാനുണ്ടായ സ്റ്റോറി എന്താണ്, അപ്പൊ ആ സ്റ്റോറി പഠിക്കാൻ ഇയാൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. അപ്പൊ അങ്ങനെ അയാൾ അറബിയുടെ ആട്ടും തുപ്പും ഏറ്റത് വേറൊരാളിൽ നിന്ന് വിവരം കിട്ടി. അയാൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസുകളിൽ കയറി നിറങ്ങിയത്, ഒരു ടിക്കറ്റ് എടുക്കാനുള്ള പൈസക്ക് വേണ്ടി 4 ആളോട് കൈ നീട്ടി കെഞ്ചിയത്, അവിടെ പോയിട്ട് ഒരു മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാനുള്ള വകുപ്പില്ലാതെ തൊട്ടപ്പുറത്തുള്ള ഡബിൾ കട്ടിലിൽ കിടക്കുന്ന പ്രവാസിയോട് എടാ എന്റെ ഫോണൊന്ന് തരുമോ എന്ന് ചോദിച്ചത്, മക്കളെ കാണാതെ വിഷമിച്ചത് അല്ലേ. ഈ സ്റ്റോറി ഇങ്ങനെ പഠിച്ച് നമ്മൾ ഒരു കാലത്ത് അസൂയ വെച്ച മനുഷ്യന്റെ സ്റ്റോറി നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ 3-ാമത്തെ ദിവസം അയാളുടെ സ്റ്റോറി പഠിക്കൽ പൂർത്തിയായി. 4-ാം ദിവസം നമ്മൾ പിന്നെ അയാളുടെ ഫാൻ ബോയിയാ, നമ്മൾ പിന്നെ അയാളുടെ ആരാധകനാ. കാരണം എന്താ, സ്റ്റോറി പഠിച്ചു, ഹിസ്റ്ററി പഠിച്ചു, എങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ ആയത്. പിന്നെ നമുക്ക് അസൂയല്ല, അസൂയ എന്ന് പറയുന്ന രോഗം പോയി എന്ന് മാത്രമല്ല, അധ്വാനിച്ച മനുഷ്യന് നാട്ടിൽ ഒരു റെസ്പെക്ട് കിട്ടുകയാണ്.